തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ കരട് വാർഡ് പുനർവിഭജന പട്ടികയുമായി സമർപ്പിക്കപ്പെട്ട പരാതികൾ കേൾക്കുന്നതിന് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ കളക്ടറേറ്റിൽ നടത്തിയ ഹിയറിംഗ് പ്രഹസനമാണെന്ന് UDF ജില്ലാ നേതാക്കൾ കുറ്റപ്പെടുത്തി. കളക്ടറേറ്റ് ഹാളിൽ നടന്ന ഹിയറിംഗിൽ അനുവദിക്കപ്പെട്ട സമയം കേവലം 2 മണിക്കൂർ മാത്രമാണ്. എന്നാൽ ജില്ലയിൽ നിന്ന് ആകെ 1379 പരാതികളുണ്ട്. കേവലം 2 മണിക്കൂർ കൊണ്ട് ഇത്രയും പരാതി കേൾക്കുക എന്നത് അപ്രായോഗികമാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഇത് മുൻകൂട്ടി കണ്ടാണ് ഹിയറിംഗിന് 2 ദിവസം അനുവദിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കലക്ടർക്കും ഡീലിമിറ്റേഷൻ കമ്മീഷനും പരാതി നൽകിയത്. ഒരു ദിവസം കൊണ്ട് മുഴുവൻ പരാതികളും നീതിപൂർവ്വം കേൾക്കാൻ കഴിയില്ല. മാത്രവുമല്ല, നടന്നുവരുന്ന ഹിയറിംഗ് പരിപൂർണമായി പ്രഹസനമാവുകയാണ് ചെയ്യുന്നത്. പരാതിക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. പരാതിക്കാർ പറയുന്ന കാര്യങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഹിയറിംഗിന്റെ ഒരു രേഖയും പരാതിക്കാർ നൽകുന്നില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. 2 ദിവസം വേണമെന്ന് ആവശ്യപ്പെട്ടു, ഒരു മറുപടിയുമില്ല, ഒരു ഇല്ല. അപ്പം ഇത് പ്രഹസനമായിട്ടുള്ള ഒരു ഹിയറിംഗ് ആയിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ എഴുതിയെടുക്കുന്നത് പെൻസിൽ കൊണ്ടാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഈ പെൻസിൽ കൊണ്ട് എഴുതിയ സാധനം ഈ ഹിയറിങ്ങിന് പരാതിക്കാരന് അതിൻ്റെ കോപ്പിയോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പെൻസിൽ കൊണ്ട് നേരെ വായിച്ചിട്ട് നമ്മളെന്തിനാ ഈ പെൻസിൽ കൊണ്ട് സാധാരണ എഴുതുന്നത്? എന്തിനാ? അവിടെ എന്തെങ്കിലും വായിച്ചിട്ട് വേറെ എന്തെങ്കിലും എഴുതാനല്ലേ നമ്മൾ പെൻസിൽ കൊണ്ട് സാറിന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെന്നുകൊണ്ടല്ലേ. ഇത് പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്. അതിൻ്റെ കോപ്പി അവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ എന്താണ് എഴുതിയത്, എന്താണ് കൊണ്ടുപോയത്, എന്താണ് ആർക്കാ മനസ്സിലാവുക? ആർക്കൊന്നും തിരിയില്ല. ഇതിപ്പോൾ ശരിക്കും വളരെ വ്യക്തമായി കണ്ണൂർ ജില്ലയിലെ നടന്നിരിക്കുന്ന ഡീലിമിറ്റേഷനായി അവരുടെ ആദ്യത്തെ ആ കരടിൽ ഈ മലപ്പുട്ടം പഞ്ചായത്തിൻ്റെ ഒരു ദേശത്ത് നിന്ന് തുടങ്ങി മറ്റേ ദേശം വരെ അപ്പുറത്ത് വരെ ഉള്ളതാണ് ഒരു നീണ്ട ഒരു ലൈനാണ്, ഒരു വാർഡ്. അതായത് നമ്മളവിടെ ജയിച്ച ഒരു വാർഡിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കൊല്ലാൻ പറ്റുമെന്ന് നോക്കിയിരിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേരേരി, TO മോഹനൻ, DCC ഭാരവാഹികളായ മനോജ് കുവേരി, T ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.